ശിവഗിരി തീർത്ഥാടന യാത്ര തുടങ്ങുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. മരുത്വാമലയിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് തൊടുപുഴ യൂണിയനിലെ കുണിഞ്ഞി ശാഖയുടെ SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് രമേശ് തോട്ടത്തിൽ. ഇത് ഞങ്ങളുടെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയാണ് അജി കോലത്തിൽ. ഇവരാണ് ഞങ്ങളുടെ ഈ പടയെ നയിക്കുന്ന ധീര ജവാന്മാരല്ലേ. SNDP യോഗത്തിൻ്റെ ധീര ജവാന്മാരാണ് രണ്ടുപേരും. പ്രസിഡൻറ്റും സെക്രട്ടറിയാണ് കേട്ടോ. തകർപ്പൻ ഭരണസമിതിയാണ്. ഹായ് ഹായ്. ഞങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർമാരാണ്. എൻ്റെ പേര് ആരിഫ്, മാത്യു, അശ്വിൻ. ഓക്കെ, ഞങ്ങൾ ഇവിടം വരെ എത്തിച്ച ഡ്രൈവർമാരാണ്. ഇവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ മരുത്വാമലയിലേക്ക് കയറാൻ പോവുകയാണ്. ഗൈസ്, ദാ മുകളിൽ കാണുന്നത് അതാണ് മരുത്വാമല. ഇത് മരുത്വാമലയിലേക്കുള്ള വഴിയാണ്. ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വന്നു പോകുന്നുണ്ട്. അമ്മ അവിടെ ഇരിക്കുക. ഇതാണ് മരുത്വാമലയിലേക്കുള്ള റോഡ്. ഈ റോഡിൻ്റെ ഇരുവശവും കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ കടകളൊന്നുമല്ല, ചെറിയ ചെറിയ കടകളാണ്. ശ്രീ പർവ്വവർദ്ധിനി ക്ഷേത്രമാണിത്. ഇവിടെ നമസ്കരിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. ദാ കാണുന്നതാണ് മല. അതിൻ്റെ മുകളിൽ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മലയിലേക്കുള്ള എൻട്രൻസ് ആണ്. മരുത്വാമലയാണ് ഇതാ മുകളിൽ കാണുന്നത്. മുകളിലേക്ക് എന്നും കണ്ണെത്തിയല്ല, അത്രയും ഉയരത്തിലാട്ടോ മരുത്വാമല. ഈ എൻട്രൻസ് കടന്നാണ് ആളുകൾ പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ കരുതിക്കണം കേട്ടോ. പോകുന്ന വഴിക്ക് വെള്ളമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാടായിരുന്നു. ഇപ്പോൾ കാട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തപസ്സിരുന്ന സ്ഥലമാണ് ഇത്. മലയുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ്. ഇനി ഞാൻ കയറി അവിടെ എത്തുമെന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും എന്നെക്കാളും പ്രായമുള്ളവർ കയറുന്നുണ്ട്. ആ ഒരു ബലത്തിന് ഞാനും കയറുക. കുറച്ച് ദൂരം വരെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഓരോരുത്തർ ഒരു ചോല കയറിയിട്ട് ഇറങ്ങി വരുക. ഒരു സംഭവം കേട്ടോ ഈ കയറ്റം കയറാന്ന് പറയും. ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറി എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരുപാട് ദൂരം കയറി, എത്ര മീറ്റർ കയറുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് എൻ്റെ മലയാറ്റൂർ മലയേക്കാളും വലിയ ഉയരമുള്ള മലയാണ്. വഴിയൊന്നുമില്ലതേ. ഈ കല്ലേ കൂടിയൊക്കെ പിടിച്ച് വേണം കയറിപ്പോകാൻ. പിടിച്ചിങ്ങനെ വഴിയൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നും നിന്നും ഒക്കെ ആണ് കയറി പോകുന്നത്. പേരെന്ന് പറയാമോ? പേര് പ്രതാപൻ. ബിദിര പട്ടംകുളിച്ചപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലം. ഞാൻ 35 വർഷമായപ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ 65 വയസ്സായി. 30 വർഷം ഇവിടെ ഇരുന്നിട്ട് പിള്ളത്തടം ഗുഹയിൽ, നാരായണ ഗുരു ഇരുന്ന ഗുഹയിൽ 15 വർഷം ഇരുന്നു. 15 വർഷം തപസ് ചെയ്തു.
അതിന് ശേഷം വന്ന് പിന്നെ വേറെ വഴിയും ആരും സഹായിക്കാനില്ല എന്നപ്പോൾ പിന്നെ ഇങ്ങനെ കച്ചവടവും പൂജയും കാര്യങ്ങളും ഇതായിട്ടൊക്കെ വന്നു. ഭാരത അവാർഡ് വരെ കിട്ടേണ്ടത് അത് വേറൊരു വഴി കൂടി ദൈവഭക്തൻ എന്ന പേര് പത്രത്തിൽ വന്ന് ദൈവവിശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നത്. പത്രത്തിൽ പേര് മേമല വെച്ച് മേമല കരിങ്കാളി ക്ഷേത്രത്തിൽ ഞാൻ പൂജ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ വന്നത്. അങ്ങനെയൊക്കെ കിരീടം വരെ അണിയേണ്ട എല്ലാം ചതിയായിരുന്നു. ഇന്നും ചതിച്ചുകൊണ്ടിരിക്കുന്നവരേ ഉള്ളൂ. ചതിയും പറ്റിപ്പും തട്ടിപ്പാണ് ഈ ലോകം. സത്യം, നീതി, ധർമ്മമില്ല. സംസാരത്തിൽ കൂടി മാത്രം സത്യമുണ്ടെന്ന് പറയും. പ്രവൃത്തിയിൽ ആ സത്യമില്ല. ഉണ്ടോ? ഇല്ല. ഇത് നമ്മളുടെ അനുഭവം, എൻ്റെ അനുഭവം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതൊന്നും ഇനി തിരുത്ത് പറയാൻ എനിക്കൊന്നില്ല. പിന്നെ ഭജന പാടാൻ പോവും. യൂട്യൂബ് ചാനലിലൊക്കെ പാട്ടുണ്ട്. കണ്ണനെ നേരിക്കാൻ കദളിപ്പഴം എന്നുള്ള പാട്ട്, പിന്നെ നെയ്യാറ്റിങ്കര വാഴും കണ്ണൻ, ഇതൊക്കെ പാടും. എല്ലാ പാട്ടും പാടും. അയ്യപ്പനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ പാടും. ഇങ്ങനെ ഭജന ഭക്തിഗാനങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ 1-2-3 പാട്ടൊക്കെ കാണണം. പിന്നെ ആരെന്ത് നമ്മൾ ചെയ്തിരുന്നാലും 5 പൈസയും കിട്ടൂല. എല്ലാം പലവരും തട്ടിയിടും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. വേറെ ആരും സഹായിക്കാനില്ല. സത്യം, നീതി, ധർമ്മമൊന്നുമില്ലാത്ത. പിന്നെ വൈദ്യം പഠിച്ചിട്ടുണ്ട്. വൈദ്യം മരുന്നൊക്കെ അറിയാം. വൈദ്യ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജലം തിരട്ടി ഗുരുദേവൻ കഴിച്ചുകൊണ്ടിരുന്ന ജലം തിരട്ടിയുണ്ട്. അത് പണ്ട് ഇവിടെ വന്ന ഒരാൾ ഇതുപോലെ ഇത് എടുത്തോണ്ട് പോയിട്ട് സാമ്യാരെ കുറ്റമായിട്ട് അവര് ചാനലിൽ അങ്ങനെയാണല്ലോ ലോകം. ജലം തിരട്ടി ഒരു ഇലയാണോ? ഇലയാണ്, പച്ചല. വള്ളിയിൽ പടർന്നു കിടക്കും. അത് അവർ 5 ഇല എടുത്ത് ഇങ്ങനെ ഞരടി പിഴിയുമ്പോൾ അത് അതുപോലെയാവും, കട്ടിയാവും. അത് നമ്മൾ കഴിച്ചിട്ടിരുന്നാൽ വിശപ്പ്, ദാഹം എല്ലാം മാറും. അതാണ് ഈ ഗുരുദേവനൊക്കെ പണ്ട് കഴിച്ചുകൊണ്ട് ഉയരെ ഇരുന്നത്. അങ്ങനെ കട്ടുപ്പൊടി, ജലം തിരട്ടി, കട്ടുപ്പൊടി, അങ്ങനെ 2 പേരുണ്ട് അതിന്. ജലസ്തംഭിനി. പിന്നെ നമ്മളെ വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. പാലിൽ കുടിച്ചു കഴിഞ്ഞാൽ ഏത് രോഗം ഉണ്ടെങ്കിലും വയറ്റിൻ്റെ അസുഖം മാറും. അങ്ങനെയൊക്കെ ഒരുപാട് സിദ്ധ മരുന്നുകളൊക്കെ അറിയാം. നമ്മൾ വൈദ്യം പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളാറാണ് താമസിക്കുന്നത്, തമിഴ്നാട്. അവരൊരാൾ നമ്മൾ അപ്പം ഇവിടെയല്ല ഇപ്പം താമസിക്കുന്നത്, ഇവിടെയല്ല അല്ലേ? ഇവിടെയാണ്, ഇപ്പോഴും ഇവിടെയാണ്. നമ്മൾ ഈ തീർത്ഥാടനം തുടങ്ങിയ ദിവസം 1 മാസം കൊണ്ട് ഇവിടെ താമസിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ കൂടെ വരും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങ് പോകും. അത് ശരി. അങ്ങ് പോയിട്ട് പിന്നെ ശനി ഞായറിഞ്ഞ് വരും. അങ്ങനെ പോവുകയാണ്. പിന്നെ പാലക്കാടാണ് നമ്മളെ മങ്കര സ്വാമിയാണ് നമ്മളെ ഗുരു. സിദ്ധന്മാരെല്ലാം ഇവിടെ ഇരുന്നിട്ടുണ്ട്. അത് ശരി. അവിടെ പോവാം കയറാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു ഗുഹയാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ ഗുരുദേവൻ തപസ്സിരുന്നതെന്നാണ് പറയുന്നത്. ഈ മലയുടെ മുകളിൽ ഇപ്പോഴും വെള്ളം കിടക്കുന്ന ഒരു പാറക്കെട്ടാണ്. ഇതാണ് പരമാർത്ഥ ലിംഗസ്വാമി ക്ഷേത്രം. ഇതിങ്ങനെ പടികൾ കയറി വരുമ്പോഴാണ് ഈ ക്ഷേത്രം കാണുന്നത്. ഒരുപാട് മുകളിലാണ്. എൻ്റെ പൊന്നേ, ഇവിടെ ചുമ്മാ കല്ല് അടുക്കിയിട്ടേക്കുന്ന പോലത്തെ, അല്ലാതെ താഴെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ കല്ലേ കൂടി പിടിച്ച് വേണം കയറി പോകാൻ. നല്ല റിസ്ക്കുള്ള യാത്രയാണ്. ഇത് അങ്ങ് താഴ്വാരം കാണുന്നതാണ്. ഞാനിപ്പം മലയുടെ പകുതിയോളം എത്തിയിട്ടില്ല. മലയിലേക്ക് കയറാനുള്ള സ്ഥലം. ഭഗവാൻ തപസ്സിരുന്ന ഗുഹയാണ് എനിക്ക് കാണേണ്ടത്. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ ഈ താഴേക്ക് കണ്ടോ, ഇത് കാണുമ്പോൾ എൻ്റെ അമ്മോ, താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തല കറങ്ങും. ഇതെങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഉണ്ടോ അങ്ങ് താഴെ ആ ക്ഷേത്രമൊക്കെ കാണാം. പിന്നെ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗുഹയിലേക്കുള്ള യാത്ര തുടങ്ങട്ടെ. കയറാൻ പറ്റുമോ? പലരും എന്നോട് പറയണം കയറില്ല, അതുകൊണ്ട് ഇവിടെ എങ്ങാനും ഇരുന്നോ, താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല എന്ന് പറയണം. താഴേക്ക് നോക്കിയാൽ എൻ്റെ ദൈവമേ, ആ കാണുന്ന പാറയുടെ മുകളിലെത്തണം.
വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് കേട്ടോ ആ പാറ മുകളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. എന്നേക്കാൾ പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഞാൻ തീയെ പിടിച്ചാണ് കയറുന്നത്. ഇതൊരു വാതിൽ പോലെ കല്ലൊക്കെ വെച്ച് പണിത് എടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി എന്തായാലും ഒരുപാട് പഴക്കമുള്ളൊരു ഗുഹയാണ്. ഈ ഗുഹയിൽ വേറെ പ്രത്യേകിച്ച് അറകളൊന്നുമില്ല. 2 പാറക്കല്ലുകൾ ചേർന്നിരിക്കുന്നു, അതിനൊരു വാതിൽ നിർമ്മിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ചെറിയ ഗുഹയാണ്. എന്താണോ ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഇത് ഒരു പാറയുടെ അള്ളാണെങ്കിലും ഇത് നിർമ്മിച്ചെടുത്തതാണ് കേട്ടോ. ഇതൊരു ജനലൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ കല്ലുകൾക്കൊക്കെ ഒത്തിരി പഴക്കമുള്ളതുപോലെ തോന്നുന്നു. മണ്ണ് കുഴച്ച് ഇവിടെ ഇങ്ങനെ കല്ല് വെച്ച് ഞാൻ പകുതിയോളം മല കയറിയിട്ട് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. ഇനി എന്താ ഇതൊക്കെ ഭയങ്കര കാടാണ് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നത് ഒരു വലിയ പാറയാണ്. എന്തോ ഉയരം, എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നുണ്ട്. മുകളിലേക്ക് ഇതാ ഈ കല്ലിങ്ങനെ പിടിച്ച് വേണം കയറിപ്പോകാൻ. ഇത് വഴിയൊന്നുമല്ല, ആളുകളെ ഇങ്ങനെ വഴി പോലെ ഉണ്ടാക്കിയെടുത്തതെന്ന് വേണം പറയാൻ. ഇതങ്ങ് മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനവിടെ പകുതിയിലെത്തി നിന്നു. ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ ഇനി മുകളിലേക്ക് കയറുന്നുള്ളൂ. ദേ ഒരു പയ്യൻ വരെ പാറക്കല്ലെ പിടിച്ചാണ് നടക്കുന്നത്. ഞങ്ങൾ തൊടുപുഴ. എന്താ ആ കാണുന്നതാണ് മരുത്വാമല. അതൊരു ഭയങ്കര വലിയ ഉയരമുള്ളൊരു പാറക്കെട്ടാണ്, നല്ല ചെങ്കുത്തായ പാറക്കെട്ട്. അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി പറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ വഴിയൊന്നുമില്ല. നമ്മൾ ചെറിയ കല്ലിലൊക്കെ പിടിച്ചൊക്കെ വേണം കയറിപ്പോകാൻ. പ്രായമുള്ള ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അവരൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ. ഭഗവാൻ തപസ്സിരുന്ന ഗുഹയൊക്കെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത്. അയ്യോ ഇതിലെങ്ങനെ കയറി പോകുന്നുള്ളതാണ്. മലയുടെ മുകളിലെത്തണം നമ്മൾ. താഴ്വാരം കാണാൻ നല്ല ഭംഗിയാണ്. ജലാശയം, ഒരു പാടശേഖരം, കെട്ടിടങ്ങൾ, നീണ്ടു നിവർന്ന് കിടക്കുന്ന പാത, എല്ലാം നല്ല ഭംഗിയാണ്. ഇവിടെ കയറുകയെന്ന് നോക്കിയാൽ അടിപൊളി. ഇതിങ്ങനെ ഇവിടെ കയറി നിന്ന് കാണുമ്പോൾ അയ്യോ ഈ മലമുകളിൽ ഞാനിങ്ങനെ എത്തിപ്പെട്ടതെന്നാണ് എൻ്റെ സംശയം. കാരണം ഒരുപാട് ഉയരത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഉണ്ടാ ഒരുപാട് ജലാശയമൊക്കെ ഉണ്ട്. ഇത് മരുത്വാമലയുടെ താഴ്വാരമാണ്. താഴേന്ന് അനൗൺസ്മെൻ്റൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ എനിക്ക് തോന്നുന്നു 2-3 ക്ഷേത്രമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ക്ഷേത്ര ഗോപുരങ്ങളൊക്കെ കാണാൻ പറ്റുമേ. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു അയ്യോ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളൊരു പ്രദേശമാണ്. അവിടുന്ന് മൈക്കിൻ്റെ ഉണ്ടോ കീർത്തനം പാടുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. ഇതൊരു കാടാണ് കേട്ടോ. ഗുരുദേവൻ എങ്ങനെ ഈ മലമുകളിലേക്ക് കയറി പറ്റി എന്നുള്ളതാണ്. അയ്യോ ഹനുമാനമ്പലം അല്ലേ? ആഹാ സ്വാമി ഇവിടെ തന്നെയാണോ താമസിക്കുന്നേ? പോയിട്ട് വരുമല്ലേ? ആ സ്വാമിയുടെ വീട് എവിടെയാ? ആഹാ ആദ്യത്തെ അമ്പലമായതല്ലേ? ആ ഇതൊരു ഗുഹ പോലെയാ? ഗുഹ പോലെയാണോ?
ആ പുകയാണ് അത്. ആ കഥക്ക് അങ്ങോട്ട് അമ്പലം. ഇത് സുശീന്ദ്ര അമ്പലം കെട്ടുമ്പോ ഇതെല്ലാം കെട്ടിയത്. സുശീന്ദ്ര അമ്പലം ഇരിക്കില്ലേ, അതെവിടെയാ? ഇവിടെ നാളൂർ പോകുന്ന മൂർത്തി. അന്ന് പണി കഴിപ്പിച്ചതായിരിക്കും അല്ലേ? ആ സമയത്തില് ഇതെല്ലാം കെട്ടി. ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 5550 വർഷം. 550 വർഷം പഴക്കമുണ്ട് അല്ലേ? അത് 3000 വർഷം. 3000 വർഷം പഴക്കമുള്ള പ്രതിഷ്ഠയാണ് അകത്തിരിക്കുന്നേ. ഓ ഹനുമാൻ സ്വാമി അല്ലേ? ഭഗവാനെ ദൈവമേ. ഇവിടെ കയറി വരുമ്പോ നല്ലൊരു എന്താ പറയാ, പോയില്ല സ്വാമി, എനിക്ക് കയറാൻ വയ്യാഞ്ഞിട്ട്. മുകളിലല്ലേ സ്വാമി ഗുരുദേവൻ ഇരുന്നത്? ഇവിടെയാണ് ആദ്യം ഗുരുദേവൻ ഇരുന്നത്. 3 ദിവസം. ആ, ഈ ഗുഹയിൽ വന്ന് 3 ദിവസം ഇരുന്നിട്ടാണ് എല്ലാ സന്യാസിമാരും ഇവിടെ വന്നിരുന്ന സ്ഥലമാണ്. ആണോ? ആദ്യത്തിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്നത് താമസിച്ച സ്ഥലം. ഇപ്പൊ അത് പറയില്ല. ഇവിടെയൊക്കെ പാറക്കെട്ടുകളാണ്, മുൾച്ചെടികളൊക്കെ ധാരാളം മുൾച്ചെടികളുണ്ട്. ഇപ്പം അതിൻ്റെ ഒന്നും നമുക്ക് കടന്നു പോകാൻ പോലും പറ്റിയില്ല. ആ മുള്ളിനെന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അയ്യോ, അതൊക്കെ ഒന്ന് കൊണ്ടാൽ എൻ്റെ അമ്മ ഓർക്കാൻ കൂടി വയ്യ. മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം ചാലുകളുണ്ടെന്ന് തോന്നുന്നു. ഈ പാറയ്ക്കൊക്കെ ഇടയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഗുഹ പോലെയൊക്കെ കാണുന്നത്. നോക്കൂ, ഉയരത്തിലാണ് ഈ പാറ നിൽക്കുന്നത്. ആ മലയുടെ മുകളിലേക്ക് നമുക്കൊന്ന് നോക്കണമെങ്കിൽ നമ്മൾ മലർന്നു കിടന്ന് നോക്കേണ്ടി വരും. അത്ര ചെങ്കുത്തായ പാറയാണ്. ഈ പാറകൾക്കിടയിലൂടെ വെള്ളച്ചാലുകളുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് അതിലെയൊക്കെ ഉറവ വെള്ളം വരുന്നുണ്ടാകും. ഈ പാറയ്ക്കിടയിലൂടെ വെള്ളം ഒഴുകി അത് ഉറവ പോലെ വരുന്നുണ്ട്. അതാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗുഹകൾ പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നോക്ക്, ചെറിയ ചെറിയ ഗുഹകൾ. അത് ഈ പാറയ്ക്കിടയിൽ വെള്ളം ഇറങ്ങി അങ്ങനെ ഒഴുകുന്നത് കൊണ്ടാവും ഈ ഗുഹകളിങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് അകലെ കാണുന്ന ഇതൊക്കെ പാറക്കൂട്ടങ്ങളാണ്. അവരൊക്കെ കല്ല് പിടിച്ച് ഇറങ്ങുന്നത്. എനിക്കത് കാരണം പേടിയായിട്ട് ഞാനിങ്ങനെ നിൽക്കുക. മുകളിലേക്ക് എത്രത്തോളം കയറാൻ പറ്റുന്നത് ഇരുന്നാച്ച് മുകളിലേക്ക് ഇറങ്ങി പോണത്. കല്ലിലൊക്കെ ഇരുന്ന് ഈശ്വര, ഞാൻ എങ്ങനെ താഴെ എത്തുമോ? വെറുതെയല്ല, ഗുരുദേവൻ ഈ മലമുകളിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങി കാണത്തേയില്ല. ഇവിടെ മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടം കാണുന്നുണ്ട്. അപ്പം അതെന്താണെന്നൊന്ന് കാണണം. അവിടെ എന്താണ് പ്രതിഷ്ഠ എന്തെങ്കിലും ഉണ്ടോ? ഒരു സ്വാമി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ വേണ്ടി കയറുവാണേ. ഇത് അങ്ങോട്ടേക്ക് കയറാൻ സ്റ്റെപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ കയറിപ്പോകാം. ഇങ്ങനെ കൈ പിടിച്ച് കയറിപ്പോകാനുള്ളൊരു മതിലുമൊക്കെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. നമുക്കങ്ങനെ കയറിപ്പോകാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്നൊന്ന് നോക്കട്ടെ. സ്വാമി മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണോ അതോ ഇനി പ്രതിഷ്ഠ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. എന്തായാലും ഇവിടെ ഒരു ഡോഗ് കിടപ്പുണ്ട് കേട്ടോ. ആളുകളെ ആരെയും തന്നെ കാണുന്നില്ലല്ലോ. ഒരു സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അങ്ങ് ദൂരെ നോക്കിയപ്പം കണ്ടായിരുന്നു. സ്വാമി, സ്വാമി, ഈ പട്ടി കടിക്കുവോ? മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടമാണ്. ഇവിടെ തൂണൊക്കെ ഉണ്ട്. എന്നതാ ഇവിടെ ഒരു അരകല്ലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അരി ആട്ടുന്നൊരു കല്ലുണ്ട്, അതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. ഈ മുകൾ ഭാഗം കല്ല് പാകിയാണ് ഇതിൻ്റെ മേൽക്കൂര സൃഷ്ടിച്ചിരിക്കുന്നത്. കല്ലാണ് പാകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു പൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല.
ഇത് ഇവിടുത്തെ ഒരു ചെറിയ സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ജനലല്ല, ഒരു ചെറിയ ദ്വാരമാണ്. ഇതിലൂടെ ഇവിടെ കയറിയപ്പോണ്ടല്ലോ ഇന്ന തണുപ്പ്, നല്ല തണുപ്പ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ജനൽ പോലെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതായത് ജനലിൻ്റെ പാളിയില്ല, ജനലിൻ്റെ കട്ടള മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലൂടെ താഴേക്ക് നോക്കിയാൽ നമുക്ക് താഴ്വാരം കാണാം. ഇവിടെ താമസിക്കണേ, പിന്നെ താമസം. ആ, സ്വാമിനി പോകും. ഓക്കെ. ഇതിൻ്റെ മുകളിലൊക്കെ കാണാൻ പറ്റൂല്ലേ? ഇത് ഇവിടുത്തെ ഒരു അമ്മയാണ്. ആ, മുകളിലേക്ക് കയറി പോകുന്ന കയറിക്ക് ഞാനൊന്ന് കാണട്ടെ. ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. ഒരമ്മ അതാ കയറി പോകുന്നുണ്ട്. ഈ അമ്മ ഇവിടെ എന്താ പറയുക, സ്വാമിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നതാണ്. ആ അമ്മ ഇങ്ങനെ പിടിച്ച് കയറി പോവാ കേട്ടോ. മുകളിൽ ചെങ്കുത്തായ പാറയാ ഇതിൻ്റെ മുകൾ ഭാഗം. ഇതെൻ്റെ നാത്തൂൻ്റെ ചെറുമകനാണ്. ഞാനും എൻ്റെ നാത്തൂനും നാത്തൂൻ്റെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ടൂർ പോന്നിരിക്കുന്നത്. മരുത്വാമല കയറുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമായിരുന്നു കേട്ടോ. നിനക്ക് എന്താ പറയാനുള്ള മരുത്വാമലയെക്കുറിച്ച്? കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ, പിന്നെ കയറാൻ ബുദ്ധിമുട്ടുണ്ടായോ? ചില സ്ഥലത്ത് ആ, കണ്ടോ, ഇത്രയും കൊച്ചു കുട്ടി പോലും മരുത്വാമലയുടെ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും അവൻ സ്ലിപ്പ് ചെയ്തോടാ. ആ, കണ്ടോ, ഇവൻ പല സ്ഥലങ്ങളിൽ സ്ലിപ്പ് ചെയ്തു. അപ്പം പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് വണ്ണമൊക്കെ ഉള്ളവർ നല്ല തൻ്റെയിടം ഉണ്ടെങ്കിൽ മാത്രം മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞാനൊക്കെ എൻ്റെ പൊന്നോ ഇരുന്ന് നിരങ്ങിയാണ് മരുത്വാമലയുടെ മുകളിൽ കയറിയിട്ട് താഴെ ഇറങ്ങി വന്നത്. ഇവിടെയാണ് വിശ്രമ കേന്ദ്രം. ഇത് മരുത്വാമലയുടെ താഴ്വാരമാണ്. ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫുഡൊക്കെ ഓരോരുത്തരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം, ഇവിടെ ചോറുണ്ണാനിരിക്കുമ്പം പപ്പടം പറന്നു പോകും കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം.